ഇന്ന് നമുക്കൊരു എഗ്ഗ് പപ്സ് ഉണ്ടാക്കിയാലോ. അത് സമൂസ ഷീറ്റ് കൊണ്ട് ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട പപ്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഉള്ളി സബോള നന്നായി വഴറ്റുക. അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ല അതിൻ്റെ പച്ചമണം പോണവരെ ഒന്നുകൂടി വഴച്ചിട്ട് അതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് ഇത്തിരി ടൊമാറ്റോ സോസും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എഗ്ഗ് പപ്സിന് 5 എഗ്ഗ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ കട്ട് ചെയ്ത് 2 പാർട്ടാക്കിയിട്ട് വെക്കുക. അപ്പോൾ ഒരു 5 മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് 10 എഗ്ഗ് പപ്സ് ഉണ്ടാക്കാം. നമ്മൾ ഉണ്ടാക്കുന്നത് സമൂസ ഷീറ്റ് ഇങ്ങനെ ക്രോസായി വെക്കുക. എന്നിട്ട് അതിലിങ്ങനെ ഫില്ലിങ് നിറച്ച് കൊടുക്കുക. അപ്പോൾ 2 സ്പൂണ് ഫില്ലിങ് ആണ് നിറക്കുന്നത്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലാക്കി കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു എഗ്ഗ് വെച്ച് കൊടുക്കുക. ഇനി ഇത് ഒട്ടിച്ചെടുക്കാൻ വേണ്ട അതിന് ആദ്യം അതിൻ്റെ ഒരു സമൂസ ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് ഒട്ടുണ്ടാവില്ല. അപ്പോൾ ഇച്ചിരി മൈദ പേസ്റ്റ് കൊണ്ട് അത് ഒട്ടിക്കുക. എന്നിട്ട് അതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചാൽ അത് അവിടെ സെറ്റായി നിന്നോളും. എന്നിട്ട് 2 സൈഡിൽ നിന്നും അങ്ങനെ ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ എഗ്ഗ് പപ്സ് നേരെ ഹോൾഡായി അതിൻ്റെ ഉള്ളിലേക്ക് ഓയിലൊന്നും കയറാതെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ എല്ലാതും അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാതും അങ്ങനെ തന്നെ ചെയ്ത് വെക്കുക. അത് നല്ല ഹോൾഡ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എണ്ണ പിടിക്കും. ഇനി നമ്മൾ എണ്ണ നല്ല ചൂടായിട്ട് അത് ഓരോന്ന് അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഇപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് പൊന്തി വരുന്നുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ എഗ്ഗ് പപ്സ് റെഡിയാണ്. ഇവിടെ ഓരോന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ല ക്രിസ്പിയായി വരുന്നുണ്ട്, നല്ല ബബിളൊക്കെ വന്ന് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടേസ്റ്റി പെട്ടെന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന എഗ്ഗ് പപ്സ് ഇങ്ങനെയാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.